ഇപ്പം ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ മോഹിനിയാട്ടം സിനിമയ്ക്ക്. തിയേറ്ററിൽ ഇറങ്ങി നല്ല വിജയം നേടിയൊരു സിനിമ. പക്ഷേ ഇപ്പോൾ OTT റിലീസ് ആയപ്പോഴാണ് ഒരുപാട് പേര് അതിനെതിരെ പ്രസ്താവനയുമായിട്ട് വരുന്നത്. അതൊരു ഹിന്ദുത്വ വിരുദ്ധ ഒരു സിനിമയായി കാണാതെ അതിലെ വൈരുദ്ധ്യവും അതിലെ ഇതും നോക്കി നടക്കുന്ന കുറച്ച് പേരുടെ പ്രസ്താവനയാണ് ഇപ്പം വിമർശനമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതെ, എക്സ് പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു ബോയ്കോട്ട് മോഹിനിയാട്ടം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർ കാണുന്നത് സിനിമയിലെ ഒരു എന്റർടൈൻമെന്റ് ഉപാധിയായിട്ടുള്ള ഇതിന്റെ രാഷ്ട്രീയമാണ്. ഏത് വസ്തുത എടുത്താലും അതിൽ രാഷ്ട്രീയം നോക്കും, അതിൽ മതം നോക്കും, എല്ലാം നോക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ എന്താ പറയുക, ഒരു എന്റർടൈൻമെന്റ് ആണ് ഈ കാണുന്ന ഇപ്പോൾ വരുന്ന ആ ഒരു ബോയ്കോട്ട് ക്യാമ്പയിൻ. അതായത് എന്താണ് ആ സിനിമയിൽ ഹിന്ദുത്വത്തെ അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ അതിനെ അപമാനിക്കുന്ന രീതിയിലുള്ളത് എന്ന ഒരു ഫാക്ടർ എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഞാൻ ഇന്നലെ കൂടി കണ്ടതാണത്. കാരണം അതിൽ ഒരു ഡാർക്ക് ഹ്യൂമർ സിനിമയാണ്. അതിൽ കഥ ഞാൻ പറയുന്നില്ല, അത് ട്രെയിലർ കണ്ട് സിനിമ കണ്ട എല്ലാവരും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് നല്ല കണ്ടന്റ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല സിനിമകൾ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അതേസമയം നമ്മൾ ഉത്തരേന്ത്യയിലെ സിനിമകളിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ നമ്മുടെ കേരള സ്റ്റോറി 2 ഈ നമ്മുടെ കേരളത്തിനെ അഭിമാനിക്കാൻ വേണ്ടി മാത്രം എടുത്തു വെച്ച ഒരു സിനിമയാണ്. അതിന് ഫസ്റ്റ് പാർട്ടില് സിനിമയ്ക്ക് നാഷണൽ അവാർഡ് വരെ കൊടുത്തു എന്നുള്ളതാണ്. ശാലിനി ഉണ്ണികൃഷ്ണൻ ഫ്രം തിരുവനന്തപുരം എന്നുള്ള ഒരു കഥാപാത്രത്തിന് ട്രോളിന്റെ അഭിഷേകമായിരുന്നു. കാരണം ഒരു മലയാളി പെൺകുട്ടിയാണ് എന്നുള്ളതിന്റെ ഒരു യാതൊരുവിധ ലക്ഷണങ്ങളും ഇല്ലാത്ത ഒരു സ്റ്റീരിയോ ടൈപ്പ് കഥാപാത്രമാണ് ഈ ശാലിനി ഉണ്ണികൃഷ്ണൻ. ആ ശാലിനി ഉണ്ണികൃഷ്ണൻ പഠിക്കാൻ വേണ്ടി വടക്കൻ കേരളത്തിലേക്ക് മെഡിസിൻ പഠിക്കാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥിനി അവിടെ മറ്റുള്ളവരുടെ ട്രാപ്പിൽ പെട്ട് കൺവേർട്ട് ചെയ്ത് സിറിയയിലേക്ക് തീവ്രവാദ പ്രവർത്തനത്തിനായിട്ട് പോകുന്നു. അവിടെ 33,000-ലധികം പെൺകുട്ടികൾ ഇതുപോലെ ട്രാപ്പായി പോയി എന്ന് സിനിമയിൽ തന്നെ കണക്കുകൾ നിരത്തി പറയുന്നുണ്ട്. അതായത് ഇതുപോലൊരു കൺവേർഷൻ നടന്നിട്ടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ 33,000 കണക്ക് ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ തന്നെ പറയുമ്പോഴും വസ്തുതാവിരുദ്ധമായ ഫാക്റ്റുകൾ ഉൾപ്പെടുത്തിയ സിനിമ എന്തുകൊണ്ട് ആ ഒരു സെൻസർ ബോർഡ് അപ്രൂവ് ചെയ്തു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ആ ഒരു സിനിമയ്ക്കെതിരെ ഒരു ബോയ്ക്കോട്ട് ഇതുപോലെ ഹിന്ദുത്വ സംഘടനകളോ അല്ലെങ്കിൽ ആരും അതിനെ ബാൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ പ്രൊപ്പഗണ്ടയാണെന്ന് പറയാനോ മറ്റുള്ളവർ തയ്യാറായിട്ടില്ല. പക്ഷേ അതിൻ്റെ റിയൽ ഫാക്റ്റ് അറിഞ്ഞിട്ടുള്ള സിനിഫൈൽസും കാര്യങ്ങളും എല്ലാം ഈ സിനിമ നിരോധിക്കണം, അല്ലെങ്കിൽ ഈ സിനിമ പ്രദർശിപ്പിക്കാൻ പാടില്ല, അനുമതി കൊടുക്കാൻ പാടില്ല എന്ന് കേസ് വരെ കൊടുത്തിട്ടും അതിനെല്ലാം മറികടന്നാണ്, ആ കടമ്പകളെല്ലാം മറികടന്നാണ് ആ സിനിമ റിലീസ് ചെയ്തത്. ഇപ്പോൾ കേരള സ്റ്റോറി 2 തിയേറ്ററിൽ റിലീസ് ചെയ്തപ്പോൾ ചില തിയേറ്റർ ഉടമകൾ പറഞ്ഞു, ഞങ്ങൾ തിയേറ്ററിൽ ഈ സിനിമ ഇറക്കാൻ അല്ലെങ്കിൽ റിലീസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്, കഴിയില്ല എന്ന് തുറന്നു തന്നെ പറഞ്ഞു. കാരണം നമ്മുടെ കേരളത്തിനെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രോപ്പഗണ്ട സിനിമകളെ ഇവർ ഏറ്റവും കൂടുതൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ്. അതിൽ തന്നെ കാണാം ഈ ബയസ്ഡ് ആയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി ഈ ഒരു സിനിമയിൽ. അതായത് ഈ മോഹിനിയാട്ടം സിനിമയിൽ ഹിന്ദുത്വത്തെ അപമാനിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു ഫാക്റ്റും അതിൽ കാണാൻ കഴിയില്ല. ഇപ്പോൾ മറ്റൊരു സിനിമയുണ്ട്, സന്തോഷ് എന്ന് പറയുന്ന ഒരു സിനിമ. ഒരു പോലീസ് ഡ്യൂട്ടിയിലിരിക്കെ ഭർത്താവ് മരിച്ച ഒരു യുവതി ആ ഒരു പോലീസ് സേനയിലേക്ക് വരികയാണ്. എന്നിട്ട് ഒരു പെൺകുട്ടി, ഒരു ദളിത് പെൺകുട്ടിയുടെ മരണം അന്വേഷിച്ച് പോകുന്നതിൻ്റെ ഒരു കഥയാണ് ആ ഒരു സിനിമയിലുള്ളത്. പക്ഷെ ആ സിനിമയ്ക്ക് പോലും ഇവർ പ്രദർശനാനുമതി കൊടുത്തിട്ടില്ല. അതാണ് ഇതുപോലുള്ള ഒരു നോർത്തിലുള്ളവരുടെ ആ ഒരു മെൻറ്റാലിറ്റി. അതിലൊന്നും ഇവർ അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ കോറോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും നോക്കാതെ ഇവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ ഹാൽ സിനിമയിൽ ബീഫിൻ്റെ പരാമർശം വരുന്നു എന്ന് പറഞ്ഞ് സെൻസർ ബോർഡിന് കംപ്ലൈൻറ്റ് കൊടുത്ത ആ സെൻസർ ബോർഡ് അതിൻ്റെ പ്രദർശനാനുമതി തടഞ്ഞു. അത് മാത്രമല്ല, അതിൽ ഈ ധ്വജപ്രണാമം അല്ലെങ്കിൽ സംഘികളെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു 1-2 പോയിന്റ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തത് അത് വെട്ടി അതിനുശേഷമാണ് ആ സിനിമ പുറത്തിറക്കാൻ തന്നെ അവർ അംഗീകരിച്ച്. അപ്പോൾ ഈ സെൻസർ ബോർഡിൽ കാവി വിരിക്കുമ്പോൾ, അതായത് നല്ല കണ്ടന്റുള്ള സിനിമകളെ അവർ ബയസ്ഡായി കണ്ട് ആ ഒരു പുറത്തേക്ക് വിടാതെ തടയുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതേസമയം ഇതുപോലെ വെറും വൾഗറായിട്ടുള്ള സിനിമകൾക്കെല്ലാം അനുമതി കൊടുക്കുക. ഇപ്പോൾ അക്ഷയകുമാറിൻ്റെ ഒക്കെ ഒരു സിനിമകളുണ്ട്, ആ സിനിമകൾക്കൊന്നും അവരൊരു കട്ടോ ഒന്നും വിളിക്കില്ല.
ഒരു കട്ട് പോലും ഇല്ല, അതങ്ങ് ഇറക്കി വിടുകയാണ്. എന്ത് കണ്ടിട്ടാണ് ഈ സെൻസർ ബോർഡിൽ ഉള്ളവർ എന്ത് കണ്ടിട്ടാണ് ഈ ഇറക്കി വിടുന്നത് എന്നുള്ള ഒരു ബോധവും ഇല്ലാതെയാണ് ആ ഒരു സിനിമയ്ക്ക് അപ്രൂവൽ തന്നെ കൊടുക്കുന്നത്. സെൻസർ ബോർഡ് എന്ന് പറയുന്നത് ഹിന്ദുത്വത്തിനെതിരെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയിരിക്കുക. ഇപ്പം മോഹിനിയാട്ടം സിനിമ മാത്രമല്ല ബാൻ ചെയ്യണമെന്ന് പറഞ്ഞത്, നെറ്റ്ഫ്ലിക്സ് ഇതുപോലെ ഹിന്ദുത്വത്തിനെതിരെ ഒരുപാട് സിനിമകൾ ഇറങ്ങാൻ നെറ്റ്ഫ്ലിക്സ് തയ്യാറാകുന്നു എന്നും പറഞ്ഞ് അതിനെ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞു. കേരളത്തിലെ സിനിമാ മേഖലയെ തന്നെ ബാൻ ചെയ്യണമെന്നാണ് ഇപ്പം അവർ പറയുന്നത്. അതായത് നമ്മൾ കേരളത്തിലായിരിക്കും കുറച്ചുകൂടെ ഈ സിനിമ പോലെ തന്നെ ഡാർക്ക് ഹ്യൂമറായിട്ട് നമ്മളുടെ ഈ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ ഒരു തമാശ രീതി കാണിക്കാൻ ഒരു ധൈര്യം കാണിക്കുന്ന നമ്മുടെ കേരളത്തിലെ ഈ സിനിമകൾ മാത്രമായിരിക്കും. പുറത്തോട്ടുള്ളവർക്ക് മതം നോക്കി അല്ലെങ്കിൽ മതത്തെ പറയുന്നതൊന്നും അതിനകത്ത് ആഡ് ചെയ്യരുതെന്നൊരു ചിന്തയോടായിരിക്കും എടുക്കുന്നത്. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ തമാശ രീതി എടുക്കുന്നതുണ്ട്. അപ്പം അതിനെതിരെ അവർ സംസാരിക്കുന്നു. അവർക്ക് സെൻസർ ബോർഡ് ഇതാണ് നോക്കുന്നത്. വേറൊന്നും ഉണ്ടെങ്കിലും കുഴപ്പമില്ല, കൊലയും കൊലപാതകവും എല്ലാം അതിനകത്ത് കാണാം, പക്ഷെ ഹിന്ദുത്വത്തിനെതിരെ ഒന്നും കാണരുത് എന്നൊരു ഇത് തന്നെ. അപ്പൊ അതിനെതിരെ ഇപ്പോ ഹിന്ദുത്വക്ക് എതിരെ പറയുന്നു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോ ഈ കേരള സ്റ്റോറി എന്ന സിനിമയിൽ പറയുന്നത് ഒരു മതവിഭാഗത്തിനെ മുഴുവൻ കുറ്റപ്പെടുത്തിയാണ്. ആ ഒരു മതവിഭാഗത്തിനെ കുറിച്ച് പറയുമ്പോൾ അവർ രണ്ട് കൈ നീട്ടി ആ ഒരു സിനിമയെ മുഴുവനായിട്ട് അംഗീകരിക്കുകയാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ ഇതുപോലെ മതഭ്രാന്ത് പിടിച്ചവരാണ് ഇതുപോലെ ബോയ്ക്കോട്ട് പരാമർശമായിട്ട് നടക്കുന്നതെന്ന് പറയുന്നത്. കേരളത്തിൽ മതസൗഹാർദ്ദം ഉണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് കേരള സ്റ്റോറി, കേരളത്തിൽ ഒരിക്കൽ പോലും നടന്നിട്ടില്ലാത്തൊരു കഥയ്ക്ക് കേരളത്തിൻ്റെ പേരിട്ട് നൽകിയത് തന്നെ നമ്മളെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു. നമ്മളതിനെതിരെ പ്രതിഷേധിച്ചും അതിനൊന്നും വകവയ്ക്കാതാണ് സെൻസർ ബോർഡ് സിനിമ പ്രദർശിപ്പിക്കാൻ അനുമതി. അതുകൊണ്ടെന്താ 8 നില പൊട്ടിച്ച് കൈ കൊടുത്തില്ലേ? അതെ, ഇവിടുത്തെ ഒരു തിയേറ്ററിൽ ഇറങ്ങിയതായിട്ട് നമ്മൾക്കറിയില്ല. 1-2 അടുത്ത് പ്രദർശനം ഉണ്ടായിരുന്നു. അതിൽ ഒരു 5-10 പേരെങ്കിലും വന്ന് കണ്ടിട്ടുമുണ്ട്. കാരണം ഈ സിനിമയിൽ എന്താണ് പറഞ്ഞു വെക്കുന്നതെന്ന് എന്താണ് ഞങ്ങൾക്ക് അറിയണം എന്ന് പറഞ്ഞാണ് ആൾക്കാർ വന്നത്. അത് അവരെ ഈ ഡിവൈഫൈ പ്രവർത്തകർ തന്നെ വന്ന് ഷോ നിർത്തിച്ച് പകുതിക്ക് വെച്ചിറക്കി വിടുകയും ചെയ്തിട്ടുണ്ട്. അത് അതായത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി എന്നാണ് പറയുന്നത്. ഇപ്പം കേരള സ്റ്റോർ ഇറങ്ങിയപ്പോൾ ഒരു പത്രപ്രവർത്തനത്തിൽ നമ്മൾ കേരളത്തിൽ നിന്ന് ഉന്നയിച്ചായിരുന്നു, കേരളത്തിന്റെ പേരില്ല, കേരളത്തിൽ അങ്ങൊരു സംഭവം നടന്നിട്ടില്ല. അപ്പം സംഭവിച്ചു എന്ന് പറഞ്ഞ ആൾക്കാരെ നിരത്തിയിട്ടുണ്ടായിരുന്നു. ഇവർക്കൊക്കെയാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞ് കുറെ സ്ത്രീകളെ കൊണ്ടുവന്നിരുന്നു. അതെ, അതായത് ഒരു ചേച്ചി പറയുന്ന എൻ്റെ ഫ്രണ്ടിന്റെ മകൾക്ക് പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞ്, പിന്നെ ആ ചേച്ചിയെ ഞാൻ കാണുന്നത് BJPയുടെ ഒരു റാലിക്കിടക്കാണ്. അത് സത്യത്തിൽ BJPക്കാർ മാത്രമേ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മുന്നോട്ട് നിൽക്കൂ. അങ്ങനൊരു സംഭവം അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ മോഹിനിയാട്ടത്തിലും സംഭവിക്കുന്നത്. അതിനൊരു തമാശ, ഒരു സിനിമയാണ്, ഒരു ഫിക്ഷനാണ്, അങ്ങനെ കാണാതെ അതിൻ്റെ ഉള്ളിലെ ഹിന്ദുത്വവും മതവും ജാതിയും നോക്കി പോകുന്ന കുറച്ച് കൂട്ടം ആൾക്കാർ ഒരു ശരിക്കും മതഭ്രാന്തന്മാരാണ്, അങ്ങനെ തന്നെ പറയണം.